ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലെയറേജ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. ആൾറെഡി തന്നെ ടെലിഗ്രാം എയർ ഡ്രോപ്പുകളുടെ ഇടയിൽ ലെയറേജിൻ്റെ ഒരു വീഡിയോ ഇട്ടെങ്കിലും കൂടുതൽ ആൾക്കാർ അത് കാണാൻ ഇടയായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ലെയറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വീഡിയോ ഇടുന്നത്. അതോടൊപ്പം ഇതിൽ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു വീഡിയോ വളരെയധികം പ്രശസ്തി ഉള്ളതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ആദ്യം തന്നെ ലെയറേജ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ വി ആർ ബിൽഡിംഗ് എ ബിറ്റ്കോയിൻ ബാക്ക്ഡ് ഇൻ്റർനെറ്റ് യൂസിങ് എ ട്രസ്റ്റ് മിനിമൈസ് വെരിഫിക്കേഷൻ ആൻഡ് പ്രൂഫ് അഗ്രിഗേഷൻ ഫോർ ആൾ ലെയേഴ്സ് ആൻഡ് ആപ്പ്. അപ്പോൾ ഇതൊരു ടെസ്റ്റ് നെറ്റ് ആയിട്ട് നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫേസ് 2 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫണ്ടിങ് നമുക്ക് ഇപ്പോഴും റിവീൽ അല്ല. ഇതിന് എയർ ഡ്രോപ്പ് കൺഫേംഡ് ആയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എയർ ഡ്രോപ്പ് കൺഫേം ആയി. ജനുവരി 22 ഫേസ് 1 സ്റ്റാർട്ട് ചെയ്തിട്ട് ജനുവരി 28 ഫേസ് 1 എൻഡ് ആയിട്ട് ഫേസ് 2 സ്റ്റാർട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾറെഡി തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നോട്ട് പേ അങ്ങനെയുള്ള കുറേ പ്രൊജക്റ്റിൻ്റെ ഇടയിൽ അതൊക്കെ AI പ്രൊജക്റ്റ് ആണെങ്കിൽ ഇതൊരു ബ്ലോക്ക് ഇല്ലെങ്കിൽ ഒരു ബിറ്റ് കോയിൻ ബാക്കപ്പ് ചെയ്യുന്ന ഇവരൊരു ഇൻ്റർനെറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് നെറ്റ് നമുക്കിതിൽ പല ആപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വരാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. വളരെയധികം ഓപ്പർച്യൂണിറ്റികളും വളരെയധികം ബാക്കപ്പും നമുക്ക് നല്ല രീതിയിൽ തന്നെ എയർ ഡ്രോപ്പും തരാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ എന്തിലേക്ക് പോകുന്നുണ്ട്, അവരുടെ ഡാഷ്ബോർഡിലേക്ക് പോകുന്നുണ്ട്. ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട് പേ പോലെ തന്നെ ഒരു നോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. നോഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ആൾറെഡി റൺ ചെയ്യുന്നു. എൻ്റെ അക്കൗണ്ട് നിങ്ങൾ നോക്കണ്ട, ഞാനിപ്പോൾ 3 ദിവസം മാത്രമാണ് ഡേ സ്ട്രീക്കൊക്കെ ഇപ്പോൾ വീണ്ടും ചെയ്യുന്നുള്ളൂ. ഞാൻ വളരെയധികം ആക്റ്റീവ് കുറവാണ്. അപ്പോൾ എന്നെക്കാളും ഒരുപാട് പോയിൻറ്റ്സ് ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ അവിടെ കിടക്കുന്നുണ്ടാവും. എനിക്ക് വെറും ഇവിടെ 9 റെഫറൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നോഡ് ഓപ്പൺ ചെയ്ത് വെക്കുകയോ ഇല്ലെങ്കിൽ ഓൺ ചെയ്ത് വെക്കുകയോ ഓഫ് ചെയ്ത് വെക്കാനും നിങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങൾ ഇവിടെ ഒരു വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിപ്പോൾ മെറ്റാമാസ്ക് ആയിരിക്കാം, ഇല്ലെങ്കിൽ റാബി വാലറ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഫാൻറ്റം വാലറ്റ് ആയിരിക്കാം. തീർച്ചയായിട്ടും ആ വാലറ്റ് കണക്ട് ചെയ്ത് വെക്കുക. കണക്ട് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് എന്താണ് പുതിയ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഓപ്പൺ ആവാനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റെഫറൽ കോഡും ലിങ്കും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ എന്ത് ടാസ്ക്കാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്, ഇല്ലെങ്കിൽ ഒരു പ്രൂഫ് ഓഫ് സബ്മിറ്റ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു പാസ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് മിൻറ്റ് ചെയ്യുക, എനിക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. ഇപ്പോൾ നമുക്ക് ഒരു കൺജഷനൊക്കെ ആയിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഒരുപാട് ആൾക്കാർ അത് എന്തായിരിക്കും മിൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് മിൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്പും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ പറയുന്നത് നേരെ ടാസ്ക് സെക്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ ടാസ്കിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്താൽ സബ്മിറ്റ് എ പ്രൂഫ് എന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സബ്മിറ്റ് എ പ്രൂഫിൽ എന്താണ് കൊടുക്കേണ്ടത് എന്ന് പല ആൾക്കാർക്കും ഭയങ്കരമായിട്ടുള്ള ഡൗട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കംപ്ലീറ്റ് ടാസ്ക് കൊടുത്താൽ നിങ്ങളുടെ വാലറ്റ് അവിടെ പോപ്പപ്പ് ആയിട്ട് വരും. എൻ്റെ വാലറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. അതിൽ നിങ്ങൾ ഒരു കോഡ് ശ്രദ്ധിക്കാനുണ്ട്. അവിടെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ വായിക്കുന്നത് കേട്ടോ. ഐ ആം ക്ലെയിമിംഗ് മൈ പ്രൂഫ് സബ്മിഷൻ നോട്ട് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സും ഒരു കോഡും കിടക്കുന്നുണ്ടാവും. ആ ഒരു സാധനം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതൊരു ടെസ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുക. അത് എന്തിനാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കൺഫേം കൊടുത്താലും നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടത് വരും. അപ്പോൾ ആ പ്രൂഫ് സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് സബ്മിറ്റ് പ്രൂഫ് നമുക്ക് എന്താണ് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൂഫ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പ്രൂഫ് ടൈപ്പ് ചെയ്യേണ്ടി വരും. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ ഐ എം എ ഹ്യൂമൺ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് പ്രൂഫ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയും ചെയ്യാം. ഒരു റൈറ്റ് വേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ വാലറ്റിൽ വരുന്ന ആ മെസ്സേജ് നമുക്ക് എന്ത് ചെയ്യണം, അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് അത് ഇവിടെ പേസ്റ്റ് ചെയ്ത് നിങ്ങൾ സെൻഡ് പ്രൂഫ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇവിടുത്തെ ഒരു സബ്മിറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും എവിടേക്ക് വരണം, ടാസ്കിലേക്ക് വരണം. ടാസ്കിലേക്ക് വന്നിട്ട് ഈ ഒരു കംപ്ലീറ്റ് ടാസ്കിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നു, ഈ താഴെയുള്ളതൊന്നും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ കമ്മിങ് സൂൺ എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ നമുക്ക് വീണ്ടും ഈ ഒരു മെയിലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മിൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ മിൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെ 2 പാസ് കിടക്കുന്നുണ്ട്. ലെയറേജ് പ്ലെഡ്ജ് പാസും അതേപോലെ തന്നെ പ്ലെഡ്ജ് പാസിൽ തന്നെ വേറൊരു പുതിയ പാസും അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2 പാസിനും എന്തൊക്കെ ഉപകാരങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ മിൻ ഫ്രീ പ്ലെഡ്ജ് പാസ് ആണ്. ഇതിൽ നമുക്ക് ചെയ്യണമെങ്കിലും ചെറിയൊരു ഗ്യാസ് ഫീ ഒക്കെ വേണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരെ നമുക്ക് അവിടെ ഒരു ETH നെറ്റ്വർക്കിൽ തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ പാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഏത് ട്രാൻസാക്ഷൻ ചെയ്താലും അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൺജഷൻ ആയിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാതിരിക്കുമോ, ഇതൊക്കെ വേഗം പോവോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും പോവില്ല. നമുക്കിവിടെ എന്ത് വന്നിട്ടുണ്ട്, 47 മണിക്കൂർ നമുക്ക് സമയം തന്നിട്ടുണ്ട്. ഈ 47 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 47 മണിക്കൂറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചാടി കയറി ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ മേ ബി നമുക്ക് എന്താണ് ഇതൊന്നും കിട്ടാൻ, ഇല്ലെങ്കിൽ നമുക്ക് അതിലൊരു ബ്ലോക്ക്
ആയിട്ടായിരിക്കും നമുക്ക് അങ്ങനെയുള്ള ട്രാൻസാക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. നിങ്ങൾ എന്തുകൊണ്ടും പേടിക്കേണ്ട. നമുക്ക് എന്തായാലും നമുക്കിതിന് കുറച്ച് സമയം കൊടുക്കുന്നുണ്ട്. 2 ദിവസം സമയമൊക്കെ ഉണ്ട്. നിങ്ങൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരെ അടുത്ത് ഈ 2 പാസും ഉണ്ട്. അപ്പോൾ ഈ 2 പാസിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ചൊരു ETH അവിടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ആ ഒരു ETH നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ബിഗ് എക്സ് എക്സ്ചേഞ്ച് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ബിഗ് ഗെറ്റ് അല്ല ബിഗ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ETH ബേസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ ETH ബേസ് ആണ്. ആ ETH ബേസ് നിങ്ങൾക്ക് 300 രൂപയുടെ വർത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് അയച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ആൾക്കാരും ബിഗ് എക്സ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അവിടെ വല്ല USDT അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഡയറക്റ്റ് ആയിട്ട് അത് ട്രേഡ് ചെയ്തിട്ട് ETH ആയിട്ട് മാറ്റുക. ETH ആയിട്ട് ബേസ് നെറ്റ്വർക്ക് നമുക്ക് അവിടെ മിനിമം ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വർത്ത് എന്ന് പറഞ്ഞാൽ 300 രൂപയിൽ തന്നെ നമുക്ക് എന്താണ് അത് മാറ്റാനുള്ള ഒരു വർത്ത്, അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്താണ് ട്രാൻസാക്ഷനൊക്കെ പെൻഡിങ് വരുള്ളൂ. ഒരുപാട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലെയിം ആവാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിഞ്ഞോ? തീർച്ചയായിട്ടും ഇല്ല. വീണ്ടും നേരെ മെനുവിലേക്ക് വരിക, ഈ ഒരു ടാസ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. ടാസ്കിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് വേരിഫൈ കൊടുക്കണം. ഈ ഒരു വേരിഫൈ കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, അത് തീർച്ചയായിട്ടും അത് അവിടെ നിന്ന് ഈ ഒരു 3x എന്ന് പറഞ്ഞിട്ടുള്ള ബൂസ്റ്റും അങ്ങനെയുള്ള ആ ഒരു കാർഡിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് കൺജഷൻ ഉള്ള കാരണം നിങ്ങളുടെ വാലറ്റൊക്കെ അത് ബ്ലോക്ക് ചെയ്യുകയായിരിക്കും. തീർച്ചയായിട്ടും കുറച്ച് സമയം എടുക്കുക. സമയം എടുത്തിട്ട് ഇല്ലെങ്കിൽ ആ ഒരു വാലറ്റിൽ നിങ്ങൾ ഫാൻഡൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു റിക്വസ്റ്റ് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ആ ക്ലോസിൻ്റെ താഴെ നമുക്ക് എന്ത് കാണാൻ പറ്റും, പ്രൊസീഡ് എനിവേ അൺസേഫ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കാണാൻ പറ്റും. അത് കൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾക്ക് സമയമുണ്ട്. നാളെ ആയാലും ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ അത് വേഗം ചെയ്യണം, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ചാടി പടഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് തരുന്നത്. മസ്റ്റായിട്ട് ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ കയറുക. ഇതിൽ അപ് ടൈമൊക്കെ ഒരുപാട് കൂട്ടുക, പോയിൻറ്റ്സ് ഒക്കെ ഒരുപാട് കൂട്ടുക. നിങ്ങൾ ആ പ്ലെഡ്ജ് കാർഡ് എന്തായാലും മേടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു എന്ത് കിട്ടും, ഒരു പ്രോഫിറ്റിൽ ഒരു നല്ല എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്ലെഡ്ജ് കാർഡിൻ്റെ കുറേ ഡീറ്റെയിൽസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു കാർഡിൻ്റെ താഴെ തന്നെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3x ബുക്സ് ഓൺ നോട്ട് പേ റിസീവ് 100% മിൻഫിനിറ്റി ബാക്ക് ടു TGA % ഓഫ് എഡ്ജ് ഡ്രോപ്പ് ഡെഡിക്കേറ്റഡ് ഫോർ ഒറിജിനൽ ഗാങ്സ്റ്റർ പ്ലെഡ്ജ് പാസ് ഹോൾഡർ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാസ് നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കണം എന്നുള്ളൊരു കാര്യമൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. ഈ കാര്യങ്ങൾ എടുത്താൽ മാത്രമാണ് നിങ്ങൾ എലിജിബിൾ ആവുമോ എന്നുള്ളൊരു കാര്യമൊന്നുമില്ല. കൂടുതലായിട്ടുള്ള ടോക്കണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. തികച്ചും ഇങ്ങനെയുള്ള പുതിയ എയർ ഡ്രോപ്പുകൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുതിയ പല എയർ ഡ്രോപ്പുകൾ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. അതിപ്പോൾ ടെലിഗ്രാം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ടെസ്റ്റ്നെറ്റ് ആയിക്കോട്ടെ, ഡീപ്പിംഗ് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, സോഷ്യൽ എയർ ഡ്രോപ്പ് ആയിക്കോട്ടെ, എല്ലാം ഇടുന്നുണ്ട്. ഓരോ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർക്ക് എല്ലാ ഒരു ബെനിഫിറ്റും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ കയറുക. ടെലിഗ്രാം ചാനലിൽ കയറുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതിനേക്കാളും പെട്ടെന്ന് ആദ്യം ഞാൻ അപ്ഡേറ്റുകൾ ഇടുന്നത് ടെലിഗ്രാം ചാനലിലാണ്. മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറുക. അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ അറിവ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വേറൊരാളുടെ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാര്യത്തിനും നമുക്ക് ഫ്രീ ആയിട്ട് ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഒരു കാര്യത്തിനും അവിടെയും ഇവിടെയും പോയിട്ട് കെഞ്ചാൻ നിൽക്കരുത്. ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആൾക്കാരിനെ സഹായിക്കുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് അറിയാത്ത കാര്യം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുക. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോയിട്ട് നല്ലൊരു കമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.